ഗുഡ് മോർണിംഗ്. ഇന്നാണ് എൻ്റെ ഡാൻസ് പെർഫോമൻസ്. ഇന്നലെ രാത്രി നേരത്തൊക്കെ കിടന്ന കേട്ടോ, നല്ല ഉറക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. ടെൻഷനൊന്നുമല്ല, പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഉറങ്ങാൻ ഒട്ടും പറ്റിയില്ല. വെറുതെ അങ്ങനെ കിടക്കുമായിരുന്നു. രാവിലെ 6:30 ആയപ്പോൾ എണീറ്റു. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്ക് റെഡി ആവാനാണ് പ്ലാൻ. എന്നിട്ട് 9:30 ഓഡിറ്റോറിയത്തിൽ എത്തണം. ഞാനിപ്പോൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഇതാ സ്റ്റേജ്. ഞങ്ങൾ കുറച്ച് പിള്ളേർ നേരത്തെ എത്തി. സോ 9:30 പ്രാക്ടീസ് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഹലോ, ഞാൻ എന്താ ഇപ്പോൾ മുടി കെട്ടിക്കൊണ്ടിരിക്കുക. പ്രാക്ടീസ് നടക്കുക. ഫൈനൽ പ്രാക്ടീസ്. ഡാൻസിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. പല ബാച്ചിലുള്ള ആൾക്കാരാണ്. ഇതാ ഞങ്ങളുടെ ഫുൾ ബാച്ച്. എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ്. അരെ ഡോണ്ട് വറി നാ. Prabhat Kala Dwaraka is situated in Koramangala, inside the Koramangala Club on 2nd floor, and I hope to have the same enthusiasm and cheer for her as well. Your support, need your love, need your blessings for her. It's not an easy. ഹലോ, അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. സോ ഞങ്ങൾ നെഹദി മന്തിയിൽ പോയി മന്തി കഴിക്കാനാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളിവിടെ നെഹദി മന്തിയിലിരിക്കാം. നല്ല വിശപ്പ്. മന്തി അപ്പോൾ കഴിക്കാൻ വേണ്ടി വന്നേക്കോ. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എനിക്ക് വേറൊരു കാര്യം മെമ്മറിയിൽ വേണ്ടി വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തുക. ആ നിൽക്കുന്ന കാർത്തി, അനന്തു, സു, ഇത്രയും പേര് എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാം മടക്കി കെട്ടിപ്പോണ സമയത്താണ് ഇത്രയും 4 എണ്ണം കയറി വരുന്നത്. കുറെ ടെക്നിക്കാലിറ്റീസ് ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ എത്തി. വാച്ചിങ് someone else's dance. പിന്നെ ശരി, ഫോട്ടോ വയ്ക്കാം. ഞങ്ങളിപ്പം മന്തി കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഗൈസ്, ഞങ്ങളുടെ മന്തി എത്തി. ഗൈസ്, ഞങ്ങൾ നെഹദിമന്തി ഇറങ്ങിയിട്ട് നേരെ ഒപ്പേറ ഹൗസിൽ വന്നു. എന്താ കാരണം ഞാൻ വരാൻ വേണ്ടിട്ട് പരിപാടിക്ക് വരാൻ വേണ്ടി ലേറ്റ് ആയിരുന്നു. എനിക്ക് സൗണ്ട് ഇല്ല. അവൻ മനഃപൂർവ്വം വരാത്തന്റെ പരിപാടി. അങ്ങനെ അതൊരു വേറെ വലിയ കഥകളാണ്. ഞാനാണെങ്കിൽ വേറെ സെപ്പറേറ്റ് പറയുന്നതാണ്. ടിക്ക് ഒരു ഫോൺ വേണം, അപ്പൊ ഫോൺ വാങ്ങാൻ വേണ്ടി വന്നതാ. അവരവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. ഗൈസ്, നിങ്ങൾക്കറിയോ, ഞാൻ ഡാൻസ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട്
കാർത്തിന്റെ മുഖത്ത് നോക്കുന്നില്ല കേട്ടോ. കുറ്റബോധം പിന്നല്ലാതെ എന്ത്. എനിക്ക് വിഷമായി ഗൈസ്. നിങ്ങൾക്ക് എന്റെ വിഷമം മനസ്സിലാവും. ഇല്ല, ഒരു വിഷമം മനസ്സിലാവുന്നില്ല. ചങ്ക് പറിച്ച് തന്നാലും എന്താ ഫോണോട് വെച്ചോ. എന്താ പറ, വ്ളോഗിൽ പറ. വ്ളോഗിൽ കയറാൻ വേണ്ടി ഉടായി പഠിച്ചാ. ബാ കണ്ടിന്യൂ. ഫോട്ടോ എടുത്തു ഗൈസ് സിൻസിയറായിട്ട് ആൻഡ്രൂനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എടാ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നും ഉണ്ടായില്ല. എനിക്ക് വണ്ടി ഓടിച്ച് അറിയാൻ വരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. സത്യം, റാപ്പിഡോ പിടിച്ചെങ്കിലും എനിക്ക് വരായിരുന്നു. അറിയോ, ഞാൻ ഇവനൊക്കെ വരണോന്ന് വിചാരിച്ച ഞാൻ നല്ല എന്താ സന്തോഷിച്ചൊക്കെ ഇരിക്കായിരുന്നു. പക്ഷെ എന്റെ ഡാൻസും കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ കേറി വന്ന്. അപ്പൊ എന്റെ ചങ്ക് തകർന്നു പോയി. എനിക്ക് അത്ര വേണ്ടായിരുന്നു, ഓവർ ആക്ടിങ് ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് ശരിക്കും വിഷമമായി. കരഞ്ഞോണ്ട് പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവാ. ഡോറ ഇവിടെ പുതിയ തുടങ്ങി ചർച്ച് സ്ട്രീറ്റില്. അപ്പൊ അവിടെ കേറാനാ പ്ലാൻ. ഇത് ജെലാറ്റോസ് ആണോ? ഡാർക്ക് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ചെയ്യാൻ പോവാ. ഗൈസ്, എനിക്കിത് ദിവാലി പ്രമാണിച്ച് വിവേറോ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് എനിക്ക് സ്വീറ്റ്സ് കിട്ടി. ബക്ലാവയാണ് അവര് ദിവാലി പ്രമാണിച്ച് അയച്ചത്. സോ സ്വീറ്റ് ഓഫ് ദം. താങ്ക് യു വിവേറോ. ഞങ്ങള് വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഞങ്ങള് നേരെ ജെഫിന്റെ വീട്ടിൽ പോവാ. ഞങ്ങളുടെ പ്ലാൻ വന്നിട്ട് പണി എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ, സോ അത് പോയി കാണാനാ. അപ്പോൾ ഓൺ ദ വേ ടു ദെയർ ഹൗസ്. 7:15 ഫിലിം. ഇപ്പോൾ ടൈം എത്രയും 7:18. ഞാൻ 7:15 ഷോയിന് ഇപ്പൊ കയറാൻ പോവാ. ഞങ്ങളങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞിറങ്ങി. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുഴപ്പമില്ല, ജസ്റ്റ് എന്തോ പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് നല്ല ഇങ്ങനെ ലൈക്ക് ആക്ഷൻ പടം പോലെ കുഴപ്പമില്ല, കണ്ടിരിക്കാം. വൺ ടൈം വാച്ച്. ലാസ്റ്റ് നടക്കുന്ന ട്വിസ്റ്റ് അതിനു വേണ്ടി വൺ ടൈം വാച്ച് എനിക്ക് തോന്നുന്നു. സെയിം. ഇപ്പൊ ഞങ്ങള് ഫിലിം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജാത്താറിൽ വന്നേക്കുക. സോ ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വന്നേക്കുക. ഇത് നെക്സ്റ്റ് ഡേയാ. ഞങ്ങള് വീണ്ടും സാംസങ് ഒപ്പേറ ഹൗസിലെത്തി. സ്റ്റീ ഫോൺ മേടിക്കാൻ പോവാ. സ്റ്റീ പുതിയ ഫോൺ മേടിച്ചു. ഏതാ മേടിച്ചത്? S20. ആൻഡ്രോയിഡ് അത്രയും ഓക്കെ, ഞങ്ങളുടെ ഡിന്നർ കഴിക്കാൻ പോവാ. പുതിയ ഫോൺ വാങ്ങിയതിന്റെ ഒരു സന്തോഷത്തിൽ ഡിന്നർ കഴിക്കാൻ പോവാ. സോ ഹൗസിൻ്റെ അടുത്തുള്ള ഗ്രീൻ അനിയൻസ് റെസ്റ്റോറൻറ്റിൽ വന്നേക്കോ. സോ ഇവിടെ നിന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പ്ലാൻ. ഞങ്ങളങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഈ വ്ളോഗ് ഞാൻ ഇതോടെ എൻഡ് ചെയ്യുക. ഡാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് മൈ ഫസ്റ്റ് കഥക് ഡാൻസ് പെർഫോമൻസ്. എനിക്ക് നല്ലപോലെ കളിക്കാൻ പറ്റി. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിച്ചു ക്ലാസിക്കൽ ആയതുകൊണ്ട് മേ ബി ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ബോറടിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞിരുന്നു അവർക്ക് ശരിക്കും നല്ല രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഹാങ് ഔട്ട് ചെയ്തു. ഇന്നലെ ഡാൻസിൻ്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി ആൻഡ് ഐ സ്റ്റിൽ ഹാപ്പി. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.